മിഡിൽ ഈസ്റ്റിലെ നയതന്ത്ര ബന്ധങ്ങൾ കീഴ്മേൽ മറിയുന്ന തരത്തിലുള്ള അതീവ ഗൗരവകരമായ വെളിപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളുമാണ് ഇറാനിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്നത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അബുദാബിയിൽ അതീവ രഹസ്യമായി സന്ദർശനം നടത്തിയെന്ന വാർത്തകൾക്ക് പിന്നാലെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന് ഇറാൻ നൽകിയ കർശനമായ താക്കീത് മേഖലയെ വീണ്ടും യുദ്ധഭീതിയുടെ നിഴലിലാക്കിയിരിക്കുന്നു. അമേരിക്കയും ഇസ്രയേലും ഇറാനുമായി നേരിട്ടുള്ള സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ നിർണായക ഘട്ടത്തിൽ ഇത്തരം നീക്കങ്ങൾ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കിയിരിക്കുകയാണ്. നെതന്യാഹുവിന്റെ അബുദാബി സന്ദർശനം ഇറാൻ ഭരണകൂടം മുൻകൂട്ടി അറിഞ്ഞിരുന്നു എന്ന വെളിപ്പെടുത്തൽ ഇന്റലിജൻസ് തലത്തിൽ ഇറാൻ കൈവരിച്ച മേധാവിത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ട ഇത്തരം ഉന്നതതല യാത്രകൾ തങ്ങളുടെ നിരീക്ഷണത്തിലാണെന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ മേഖലയിലെ അറബ് രാജ്യങ്ങൾക്കും ഇസ്രയേലിനും ഒരേപോലെ മുന്നറിയിപ്പ് നൽകാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഇറാൻ വിരുദ്ധ ചേരിയിലുള്ള രാജ്യങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കാൻ ഇസ്രയേൽ ശ്രമിക്കുകയാണെന്നും ഇതിന് കൂട്ടുനിൽക്കുന്നവർ വലിയ വില നൽകേണ്ടി വരുമെന്നുമാണ് അരാഗ്ചി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇസ്രയേലിന് സഹായം നൽകുന്ന രാജ്യങ്ങളെ കണക്ക് ബോധിപ്പിക്കുമെന്ന പ്രയോഗം കേവലം നയതന്ത്രപരമായ ഒന്നല്ല, മറിച്ച് സൈനികമായ തിരിച്ചടികൾ പോലും പ്രതീക്ഷിക്കാവുന്ന ഒന്നാണെന്ന് നിരീക്ഷകർ കരുതുന്നു. മേഖലയിൽ സമാധാനം നിലനിർത്താൻ ശ്രമിക്കുന്നതിന് പകരം ഇസ്രയേലിന് താവളമൊരുക്കുന്ന നീക്കങ്ങൾ ആത്മഹത്യാപരമാണെന്നാണ് ഇറാന്റെ നിലപാട്. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തുന്ന സൈനിക നീക്കങ്ങളിൽ യുഎഇയുടെ ഭാഗത്തു നിന്നും ഏകോപനമുണ്ടാകുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതിനെതിരെ ഇത്രയും ശക്തമായ ഒരു പരസ്യ പ്രതികരണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇതാദ്യമായാണ്. ഇസ്രയേൽ സൈന്യവുമായി യുഎഇ രഹസ്യധാരണകളിൽ ഏർപ്പെടുന്നു എന്ന ആരോപണം ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു. നെതന്യാഹുവിന്റെ സന്ദർശനം സംബന്ധിച്ച വാർത്തകൾ യുഎഇ ഔദ്യോഗികമായി നിഷേധിക്കുന്നുണ്ടെങ്കിലും ഇറാന്റെ പക്കൽ കൃത്യമായ തെളിവുകൾ ഉണ്ടെന്നാണ് സൂചന. ഇസ്രയേൽ വിമാനങ്ങൾ യുഎഇ വ്യോമാതിർത്തി ഉപയോഗിക്കുന്നതും പ്രതിരോധ സംവിധാനങ്ങൾ പങ്കുവെക്കുന്നതും ഇറാന്റെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് അവർ വിശ്വസിക്കുന്നു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധം ഇപ്പോൾ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മേഖലയിലെ രാജ്യങ്ങൾ ഏതെങ്കിലും ഒരു പക്ഷം ചേരുന്നത് സംഘർഷത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കൂ. ഇസ്രയേലിന്റെ താൽപര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന രാജ്യങ്ങൾ തങ്ങളുടെ സ്വന്തം മണ്ണിലെ സമാധാനം പണയപ്പെടുത്തുകയാണെന്ന് ഇറാൻ ആരോപിക്കുന്നുണ്ട്. ബിബിയുടെ രഹസ്യ സന്ദർശനം ഇതിന്റെ വലിയൊരു തെളിവായി ഇറാൻ ഉയർത്തിക്കാട്ടുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ സ്ഫോടനാത്മകമായ പ്രസ്താവനകൾ വന്നതിന് പിന്നാലെ മേഖലയിലെ എണ്ണ വിപണിയിലും അസ്ഥിരത പ്രകടമായിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ ഒരു പുതിയ യുദ്ധമുഖം തുറക്കപ്പെടുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് താങ്ങാനാവില്ല. ഇറാൻ തങ്ങളുടെ സൈനിക ശേഷി പ്രദർശിപ്പിക്കാൻ ഹോർമുസ് കടലെടുക്കും മറ്റും ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ യുഎഇയുമായുള്ള ബന്ധം വഷളാകുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കും. നെതന്യാഹുവിന്റെ അബുദാബി യാത്രയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പാശ്ചാത്യ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം ശക്തമായി തുടരുന്നുവെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇത്തരം വാർത്തകൾ ഭരണകൂടത്തിന് സഹായകരമാണ്. അതോടൊപ്പം തന്നെ അയൽ രാജ്യങ്ങളെ ഭയപ്പെടുത്തി നിർത്തുക എന്ന തന്ത്രപരമായ ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. അറബ് രാജ്യങ്ങൾക്കിടയിൽ ഇസ്രയേലിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകാര്യതയെ തുരങ്കം വെക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. അബ്രഹാം ഉടമ്പടിക്ക് ശേഷം ഇസ്രയേലുമായി സൗഹൃദത്തിലായ രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നതിലൂടെ മേഖലയിലെ ഇസ്രയേൽ സ്വാധീനം കുറയ്ക്കാൻ കഴിയുമെന്ന് ഇറാൻ കണക്കുകൂട്ടുന്നു. യുഎഇയെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന ഭീഷണി മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്കും ഒരു മുന്നറിയിപ്പാണ്. ഇസ്രയേൽ പ്രതിരോധ സേനയുമായുള്ള യുഎഇയുടെ സഹകരണം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നത് രഹസ്യാന്വേഷണ ഏജൻസികളുടെ പരാജയമായാണ് ഇസ്രയേൽ വിലയിരുത്തുന്നത്. നെതന്യാഹുവിന്റെ ഓരോ നീക്കവും ഇറാൻ നിരീക്ഷിക്കുന്നു എന്നത് ഇസ്രയേലിന് വലിയ സുരക്ഷാ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അമേരിക്ക ഈ വിഷയത്തിൽ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരണം നൽകിയിട്ടില്ലെങ്കിലും യുഎഇയുടെ സുരക്ഷാ കാര്യത്തിൽ അവർ ആശങ്കാകുലരാണ്. തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് നേരെ ഇറാന്റെ ഭാഗത്തു നിന്നും സൈനിക നീക്കമുണ്ടായാൽ അമേരിക്കയ്ക്ക് ഇടപെടേണ്ടി വരും. ഇത് മേഖലയെ മറ്റൊരു മഹായുദ്ധത്തിലേക്ക് നയിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. യുഎഇയെ സംബന്ധിച്ചിടത്തോളം ഈ ആരോപണങ്ങൾ വലിയ നയതന്ത്ര പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. ഒരു വശത്ത് ഇസ്രയേലുമായുള്ള സാമ്പത്തിക സൈനിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുമ്പോൾ മറുവശത്ത് ഇറാന്റെ പ്രകോപനം ഒഴിവാക്കേണ്ടതുണ്ട്. ബിബിയുടെ സന്ദർശനം വിവാദമായതോടെ മേഖലയിലെ തങ്ങളുടെ നയം പുനർചിന്തനം ചെയ്യാൻ യുഎഇ നിർബന്ധിതരായേക്കാം.
ഇറാൻ മുന്നറിയിപ്പ് നൽകുന്ന കണക്ക് ചോദിക്കൽ ഏത് രീതിയിലായിരിക്കുമെന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. ഇത് സൈനികമായ പ്രഹരമാണോ അതോ നയതന്ത്രപരമായ ഒറ്റപ്പെടുത്തലാണോ എന്നതിൽ വ്യക്തതയില്ല. എങ്കിലും ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ വഴി മേഖലയിൽ അസ്ഥിരത ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കുമെന്ന് ലോകത്തിനറിയാം. പലസ്തീൻ വിഷയത്തിൽ അറബ് രാജ്യങ്ങളുടെ നിലപാടിനെ സ്വാധീനിക്കാനും ഇറാൻ ഈ അവസരം ഉപയോഗിക്കുന്നുണ്ട്. ഇസ്രയേലുമായി രഹസ്യബന്ധം പുലർത്തുന്നത് പലസ്തീൻ ജനതയെ വഞ്ചിക്കുന്നതിന് തുല്യമാണെന്ന പ്രചാരണം ഇറാൻ ശക്തമാക്കിയിട്ടുണ്ട്. നെതന്യാഹുവിന്റെ സന്ദർശന വാർത്ത പുറത്തുവിട്ടതിലൂടെ ഇറാൻ ഇസ്രയേലിന്റെ നയതന്ത്ര രഹസ്യങ്ങൾ ചോർത്താനുള്ള തങ്ങളുടെ ശേഷി തെളിയിച്ചിരിക്കുകയാണ്. ഇത് ഇസ്രയേലിന്റെ ഇന്റലിജൻസ് വിഭാഗമായ മൊസാദിനേറ്റ കനത്ത തിരിച്ചടിയാണ്. മേഖലയിലെ മറ്റ് രാജ്യങ്ങളായ സൗദി അറേബ്യയും ഖത്തറും ഈ സംഭവ വികാസങ്ങളെ അതീവ ജാഗ്രതയോടെയാണ് നോക്കിക്കാണുന്നത്. യുഎഇക്ക് നേരെയുള്ള ഭീഷണി തങ്ങൾക്കും ബാധകമാകുമോ എന്ന ആശങ്ക അവർക്കുണ്ട്. അതിനാൽ തന്നെ മേഖലയിലെ രാജ്യങ്ങൾക്കിടയിൽ ഒരു പുതിയ സുരക്ഷാ ധാരണ ഉണ്ടാകേണ്ടത് അനിവാര്യമായിരിക്കുന്നു. യുദ്ധം ഒഴിവാക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇറാന്റെ ഭീഷണിയെയും ഇസ്രയേലിന്റെ നീക്കങ്ങളെയും ഒരുപോലെ അപലപിക്കുന്നു. എന്നാൽ പ്രായോഗികമായ ഒരു പരിഹാരം കണ്ടെത്തുക എന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ പ്രയാസകരമാണ്. നെതന്യാഹുവിന്റെ അബുദാബി സന്ദർശനം ഒരു നയതന്ത്ര വിജയമായി ആഘോഷിക്കാൻ ഇസ്രയേൽ ശ്രമിച്ചെങ്കിലും ഇറാന്റെ ഇടപെടൽ അതിനെ വലിയൊരു വിവാദമാക്കി മാറ്റി. രഹസ്യങ്ങൾ പരസ്യമായതോടെ ഇസ്രയേലിന് മേഖലയിൽ പുതിയ പങ്കാളികളെ കണ്ടെത്തുന്നത് പ്രയാസകരമാകും. മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങൾ വീണ്ടും പാളം തെറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇറാന്റെ ചില്ലിംഗ് വാർണിംഗ് കേവലം വാക്കുകളിൽ ഒതുങ്ങില്ലെന്ന് കഴിഞ്ഞ കാല ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. നെതന്യാഹുവിന്റെ രഹസ്യ നീക്കങ്ങളും ഇറാന്റെ പരസ്യമായ തിരിച്ചടികളും മേഖലയെ എങ്ങോട്ടാണ് നയിക്കുന്നതെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. തുടർച്ചയായ നയതന്ത്ര ഏറ്റുമുട്ടലുകളും രഹസ്യ സന്ദർശനങ്ങളും മിഡിൽ ഈസ്റ്റിനെ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാക്കിയിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഈ അവസ്ഥ ലോകരാജ്യങ്ങളെ ഒന്നടങ്കം ആശങ്കയിലാക്കുന്നു.